നമ്പർ ലൈൻ ഒക്കെ വരച്ച് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എഴുതാട്ടോ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സോൾവ് 7x plus 3 solve 7x plus 3 less than 5x plus 9. Solve 7x plus 3 less than 5x plus 9. Show the graph of the solutions on number line. Show the graph of the solutions on number line. Show the graph of the solutions on number line. Sorry. Show the graph number line. Sorry. പറഞ്ഞോളൂ. ഒന്നുകൂടി പറയൂ. പറയാം. Solve 7x plus 3 less than 7x plus 3 less than 5x plus 9. 5x plus 9. 7x plus 3 less than 5x plus 9. Show the graph of the solutions on number line. Show the graph of the solutions on number line. Show the graph of the solutions on number line. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരാളും ചെയ്യേണ്ട, ശ്രദ്ധിച്ചിരിക്കുക. 7x plus 5x minus 5x 9 minus 3. 7x minus 5x 2x less than 6. x less than 6 by 2 3 എന്ന് കിട്ടി. x less than 3 എന്ന് കിട്ടി. x less than 3. നമ്പർ ലൈനിൽ നമുക്ക് പറയണം 0 1 2 3 4 -1 -2 -3 ലെസ് ദാൻ 3 എന്നാണ് പറയുന്നത്. 3 ഒരു ചെറിയ സർക്കിൾ എങ്ങനെയാണ് വരച്ചു. ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ലെസ് ദാൻ ഇങ്ങോട്ടാണ് വരും, താഴത്തേക്ക്. ഇതങ്ങ് നന്നായിട്ടൊന്ന് കറക്റ്റ് വീണ്ടും നന്നായിട്ടൊന്ന് ഡാർക്ക് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് മൂടി കറക്റ്റ്. ലെസ് ദാൻ 3. ഇവിടെ ഈ സർക്കിൾ നമ്മൾ ഷെയ്ഡ് ചെയ്യില്ല. ലെസ് ദ ഓർ ഈക്വൽ ടു വന്നാലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ആ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർക്കിളിനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ലെസ് ദാൻ ഇങ്ങോട്ടും ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് പോകും, ഗ്രേറ്റർ ദാൻ ഒക്കെ അങ്ങോട്ട് പോകും അല്ലെ. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. വരയ്ക്കാട്ടോ. എല്ലാ കുട്ടികളും റിപ്ലൈ തരണം. റിപ്ലൈ എല്ലാവരും തരണം കേട്ടോ. വരയ്ക്കാം, നമ്പർ ലൈൻ വരയ്ക്കാം. എക്സാമിനേഷന് നമ്പർ ലൈൻ വരുന്ന പ്രോബ്ലംസിന് സാധ്യത കൂടുതലാണ്. കാരണം അവിടെ സോൾവും ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്പർ ലൈനും വരയ്ക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. റോസിയോ മോളെ വീഡിയോ ഓൺ ആക്കാമോ? റോസിയോ ചാർജ് കുറച്ച് കുറവായതാ സാർ, ഞാൻ ഓൺ ആക്കാതിരുന്നേ. ഓക്കെ. എന്ത് ചാർജ്? മൊബൈൽ ചാർജ് അല്ലേ? ചാർജ് കുറച്ച് കുറവാ. അപ്പൊ എന്താ ചാർജ് ചെയ്യാണ്ടിരുന്നേ മോള്? സാർ ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോ ലേറ്റ് ആയി പോയി. നേരത്തെ ചെയ്യാന്ന് വെച്ചപ്പോ ലേറ്റ് ആയിരുന്നു. ഇന്നലെ ചാർജ് വെക്കണ്ടേ? ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരുപാട് യൂസ് ചെയ്തേ ഫോണില്. നോട്ട്സ് ഒക്കെ ഒരുപാട് എഴുതാണ്ടായിരുന്നു. ചാർജ് ഞാൻ ചെയ്യാന്ന് വെച്ചിരുന്നു, പക്ഷെ എനിക്കിപ്പോ ലേറ്റ് ആയി. കുഴപ്പമില്ല. ഇനി അടുത്ത ക്ലാസ് മുതൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇന്ന് ഓഫ് ചെയ്തോ. ഇനിയിപ്പോ ചാർജ് പോയ മോളുടെ ക്ലാസ് മുടങ്ങില്ല. അപ്പൊ ഇന്ന് ഓഫ് ചെയ്തോളൂ. പക്ഷെ അടുത്ത ക്ലാസ് മുതൽ മോള് അത് ശ്രദ്ധിക്കണം. ഓക്കെ. അമൽ കഴിഞ്ഞോ? അമലെ അടുത്ത ഒരു ചോദ്യം ഞാൻ ബോർഡിൽ എഴുതാം. തന്നെ ചെയ്യാം. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ചെയ്യാം. അടുത്ത ചോദ്യം ഞാൻ ഇവിടെ എഴുതാണ്. സോൾവ് 3x minus 4/2 3x minus 4/2 greater than or equal to x plus 1/4 minus 1. Question ഇതാണ്. സോൾവ് 3x minus 4/2 greater than or equal to x plus 1/4 minus 1. Show the graph of the solution on number line. Show the graph of the solution on number line. Show the graph of the solution on number line. Show the graph of the solution on number line.
എസ്ലിൻ ക്ലിയർ? എസ്ലിൻ സർ ക്ലിയർ ആണ്. വീഡിയോ എന്താ മോളെ ഓണാക്കാത്തെ? എസ്ലിൻ സർ വീഡിയോ ഓണാക്കട്ടെ മോളെ. ഓക്കെ ഓക്കെ. അപർണ MU അപർണ ഓക്കെ അല്ലേ മോളെ? ഓക്കെ ചെയ്തോളൂ കേട്ടോ. ഇത് ചെയ്തോളൂ. എന്റെ വീഡിയോന് ഒരു കുഴപ്പമില്ലല്ലോ, വീഡിയോ ഓൺ ആണല്ലോ. അമൽ കാണാൻ പറ്റുന്നില്ലേ? യെസ് സർ. ഓക്കെ ഹരിശങ്കർ, യുവർ പ്രോബ്ലംസ്. സോൾവ് 3x minus 4/2. Solve 3x minus 4/2 greater than or equal to x plus 1/4 minus 1 എന്നാണ് question. Do it yourself. It's an important question. Higher secondary examination question. At secondary നിരവധി തവണ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് സ്ക്രീനിൽ കാണുന്നത്. Solve 3x minus 4/2 greater than or equal to x plus 1/4 minus 1. Do it yourself first. ശ്രദ്ധിക്കാം. കഴിഞ്ഞ മക്കളെ ആവണി? സർ കഴിഞ്ഞു. ശ്രദ്ധിക്കാം. നമുക്കിവിടെ ഈ 4 ഇങ്ങോട്ട് കയറി കേട്ടോ. തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ശരിയാക്കിക്കോളൂ. 3x minus 4/2 3x minus 4/2 greater than or equal to x plus 1 minus 4/4 x plus 1 minus 4/4. അപ്പൊ ഈ 2 4 2 ടൈംസ് ആണ് ക്യാൻസൽ ആയി. 3x minus 4 greater than or equal to x minus 3x minus 4 greater than or equal to x minus 3/2 x minus 3/2. ഈ 2 4 2 ടൈംസ് ആണ്. 2 4 2 ടൈംസ് ആയിപ്പോയി. ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 6x minus 8 അല്ലേ? 6x minus 8 greater than or equal to x minus 3. അപ്പൊ x നെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ 6x minus x greater than or equal to minus 3 plus 8 minus 3 plus 8 6x minus x 5x greater than or equal to minus 3 plus 8 5. അപ്പൊ coefficient of x പോസിറ്റീവ് തന്നെയാണ്. x greater than or equal to 1 ഇതാണ് ഉത്തരം. x greater than or equal to 1. ഞാൻ ചെറുതായിട്ട് റഫ് സ്കെച്ച് വരയ്ക്കാം. 1 2 3 4 greater than or equal to 1 നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇവിടെ 1 ന്റെ അവിടെ ചെറിയൊരു സർക്കിൾ എന്ന് വെച്ചു. or equal to വരുമ്പോൾ തന്നെ ഇതങ്ങ് ഷെയ്ഡ് ചെയ്തു. ഇതങ്ങ് ഷെയ്ഡ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് പോലെ ഗ്രേറ്റർ ദാൻ ഇവിടെ ഒന്ന് ആരോ മാർക്ക് അടക്കം ഒന്ന് ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ മക്കളെ? യെസ് സർ. എല്ലാ കുട്ടികൾക്കും ഓക്കെ ആണോ? എല്ലാവരും പറയൂ. എല്ലാവരും ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. നിന്റെ വീഡിയോ ശരിയായോ മോനെ ഹരിശങ്കറെ? നോക്കട്ടെ. ഇപ്പൊ കാണുന്നുണ്ട് സാറിന്റെ. ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ നിന്റെ കാര്യമായിട്ട് നിന്റെ അവിടെ കുഴപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിക്കണ വീഡിയോ ഓൺ ആണോ എന്ന്. ക്ലാസ് എടുക്കാൻ വന്ന ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇത്രയും പിള്ളേരുടെ മുന്നിൽ നിൽക്കോ ഹരിശങ്കറെ? എല്ലാ കുറ്റം എനിക്ക് ഇരിക്കട്ടെ. ആയിക്കോട്ടെ. അഹമ്മദ് യാസീൻ ഓക്കെ അല്ലടാ? ഓക്കെ സാർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരെണ്ണം കൂടെ ചെയ്യുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞില്ല? വേഗാവട്ടെ. വിഷ്ണുപ്രിയ മോളെ ഓക്കെ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വിഷ്ണുപ്രിയയുടെ പഠനം? വീട്ടിലിരുന്നുള്ള പഠനം പഠിക്കുന്നുണ്ട്. ഉഷാറായിട്ട് പഠിച്ചു കൂട്ടാ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സോൾവ് 3 into 1 minus x 3 into 1 minus x 3 into 1 minus x less than 2 into x plus 4. 3 into 1 minus x less than 2 into x plus 4. 2 into x plus 4. Show the graph of the solutions on number 9.
Show the graph of the solutions on number line. Show the graph of the solutions on number line. Show the graph of the solutions on number line. തന്നെ ചെയ്തോളൂ കേട്ടോ, വേഗത്തിൽ തന്നെ ചെയ്തോളൂ, എല്ലാവരും തന്നെ ചെയ്തോളൂ. സോൾവ് 3 into 1 minus x less than 2 into x plus. Less than 2 into x plus. Less than 2 into x plus. എല്ലാവരും തന്നെ ചെയ്തോളൂ. Dion Davis. Dion. സാറേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. മീനാക്ഷി. മീനാക്ഷി. ഹലോ. ലക്ഷ്മി പ്രിയ. ചെയ്യാൻ പറ്റുന്നുണ്ട് സാർ. കൃഷ്ണ. 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 ആ സാർ കേൾക്കണ്ട്, പറഞ്ഞോ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ നവ്യ കെ ബി. നവ്യ. സാർ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. ഗൗതം ആൽവിൻ. യെസ് സാർ പറ്റുന്നുണ്ട്. അലീന പി വി. അലീന. യെസ് സാർ പറ്റുന്നുണ്ട്. ഫാത്തിമ പി എസ്. ഫാത്തിമ പാത്തു. നാദിയ. നദീത്. പറ്റുന്നുണ്ട് സാർ. ശ്രദ്ധിക്കാം. സോൾവ് 3 into 1 minus x less than 2 into x plus 4 എന്നുള്ള പ്രോബ്ലം. 3 minus 3x less than 2x plus 8 അല്ലേ? 2x plus 8. 3 minus 3x less than 2x plus 8. Grouping like terms. Grouping like terms. Minus 3x minus 2x less than 8 minus 3. Minus 5x less than 5. Minus 5x less than 5. ഹരിശങ്കർ, ഇതിന്റെ എക്സ് എങ്ങനെ നമുക്ക് എഴുതാൻ സാധ്യമാകും? സാർ അതിനെ നമ്മള് ഗ്രൂപ്പ് ചെയ്യണം. ആ 3x-നെ 5x ആക്കി നമ്മളാ ഈക്വാലിറ്റിയുടെ സൈൻ അല്ല അത് തിരിച്ചിടണം. -5x > 5 ആക്കണം. Okay. The coefficient of x is negative. Inequality will be changed. X greater than 5 by -5. X greater than -1. ഈ ഇനീക്വാലിറ്റി അങ്ങ് മാറും. ഇവിടെ -5 coefficient of x is negative. Inequality will be changed. Less than എന്നുള്ളത് greater than ആയി. 5 by -5 -1. X greater than negative. X greater than -1. ഇത് 0 1 -1 -2. ഇവിടെ ചെറിയ സർക്കിൾ വരയ്ക്കാണ്. ഗ്രേറ്റർ ദാൻ -1. X greater than -1. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ അവിടെ ഷെയ്ഡ് ചെയ്യണോ വേണ്ടയോ? അമൽ മണികണ്ഠൻ ഈ വേണ്ട സാർ. വേണ്ട. ഓക്കെ. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോട്ടെ അല്ലെ? ഗ്രേറ്റർ ദാൻ അങ്ങോട്ട്. ഗ്രേറ്റർ ദാൻ ഇങ്ങോട്ട്. ഇതൊന്ന് ആരോ മാർക്കടക്കം ഒന്ന് ഗ്രേറ്റർ ദാൻ -1. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. കിട്ടിയില്ലേ മക്കളെ? കിട്ടിയായിരുന്നില്ലേ? കിട്ടി സാർ. നീരജ് ആൻഡ് നിരഞ്ജൻ, വീഡിയോ ഓഫ് ആണല്ലോ. നീരജ്, എന്താ പറ്റിയ ലേറ്റ് ആയത്? എന്തുകൊണ്ടാണ്? പിന്നീട് ശരിയായി അല്ലേ? BSNL വൈഫൈ ആണല്ലേ? ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി ഹോംവർക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്തെടുത്തോളൂ. ഹോംവർക്ക് ഇതുമായി ബന്ധപ്പെടുന്ന പ്രോബ്ലത്തിന്റെ ഹോംവർക്ക് ഒന്ന് എഴുതിയെടുക്കാം. എഴുതിക്കോളൂ. സോൾവ് ദ ഇനീക്വാലിറ്റീസ്. Solve the inequalities in the following. Solve the inequalities in the following and show the graphs and show the graph of the solution in each case on number line. Solve the inequalities in the following. Solve the inequalities in the following and show the graph of the solution. And show the graph of the solution in each case on number line. 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 Your questions, question number 1. 3x minus 2
3x minus 2 less than 3x minus 2 less than 2x plus 1. അവിടെ x ഗ്രൂപ്പ് ചെയ്ത് വരണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5x minus 3 greater than or equal to 3x minus 5. 3x minus 5. Question number 3. X by 2 greater than or equal to 5x minus 2 by 3. 5x minus 2 by 3 minus 7x minus 3. 7x minus 3 by 5. 7x minus 3 by 5. So we have listen. അവിടെ x by 2 ഇതിന്റെ ആൻസറിന്റെ ഒരു തുടക്കം മാത്രം ശ്രദ്ധിക്കാം. x by 2 greater than or equal to 5 ഇങ്ങോട്ട് പോയി. അപ്പൊ 25x minus 10 minus 3 അങ്ങോട്ട് പോയി. 3 into 7x minus 3. അപ്പൊ minus 21x plus 9 വരും. divided by 4. എന്നിട്ട് വീണ്ടും ഇത് ഇവിടെ സോൾവ് ചെയ്യാം, ഇത് ക്രോസ് ചെയ്യാം, എന്നിട്ട് അതിനെ അറേഞ്ച്മെന്റ്. അവിടെ ആദ്യം തന്നെ ക്രോസ് ചെയ്തു. 5 into 5x minus 2 minus 3 into 7x minus 3 divided by 15. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ ന്യൂമറേറ്റർ ഓപ്പൺ ദ ബ്രാക്കറ്റ്, അറേഞ്ച്മെന്റ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അഗൈൻ അറേഞ്ച്മെന്റ്, അഗൈൻ ഗ്രൂപ്പിംഗ് ലൈക്ക് ടൈംസ്, ഫൈനലി ആൻസർ. സർ ക്ലിയർ? അപ്പോ 3 നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നത്. ഹോംവർക്കൊക്കെ നിങ്ങൾ തന്നെ സ്വയം അറിഞ്ഞ് തന്നെ ചെയ്യണം. സ്വയം അറിഞ്ഞ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ മടി കാണിക്കും. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പരസ്പരം വിശ്വാസ്യതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ഓരോ കുട്ടികളുടെയും പുസ്തകം നമുക്ക് ഓഫ്ലൈനിലാണെങ്കിൽ മേടിക്കാം. ഇത് ഓൺലൈനിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഹോംവർക്കൊക്കെ തന്നാൽ വളരെ ആർജവത്തോടു കൂടി സ്വയം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ഒരു നോട്ട് അങ്ങ് എഴുതിയിട്ടുണ്ട്. നോട്ട് നമ്മൾ എഴുതിയതാണ്, പണ്ടപ്പോഴോ എഴുതിയതാണ്, എങ്കിലും എഴുതിട്ടോ. നോട്ട് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ എപ്പോഴും, അറ്റ്ലീസ്റ്റ് എന്നുള്ള വാക്ക് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. Less than or equal, at most greater than or equal, at least greater than or equal to, at most less than or equal. അപ്പോ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ആക്കണം. അപ്പൊ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കാണ്. ശ്രദ്ധിക്കുക, പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. എഴുതിയെടുത്തു കേട്ടോ. The marks obtained by a student, the marks obtained by a student of class 11, the marks obtained by a student of class 11, the marks obtained by a student of class 11 in first and second terminal examination are, 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 in first and second terminal examination are 62 and 48 respectively. 62 and 48 respectively. 62 and 48 respectively. 62 and 48 respectively. Find the minimum marks he Find the minimum marks he should get. Find the minimum marks. Find the minimum marks. Find the minimum marks he should get in the annual examination. Find the minimum marks. Find the minimum marks he should get in the annual examination to have an average of at least 60 marks. To have an average of at least 60 marks. To have an average of at least 60 marks. At least 60 marks. To have an average of at least 60 marks. ശ്രദ്ധിക്കാം ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാണ്. Listen. The marks obtained by a student of class 11.
in first and second terminal examination are 62 and 48. 62 and 48. 62 and 48 respectively. Find the minimum marks he should get in the annual examination to have an average of at least, please underline at least 60 marks. Hasbia, Hasbia, Jidin Jodis, Jidin. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും കേട്ടോ. ദൃശ്യ അമൽ മണികണ്ഠൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ് സാർ, കേൾക്കാം. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഏകദേശം 2020 ഏപ്രിൽ മാസത്തോടു കൂടിയൊക്കെ നമ്മൾ ഓൺലൈനിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏകദേശം ഒരു 1.5 വർഷത്തോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2020 ഏപ്രിൽ മുതൽ നോക്കുകയാണെങ്കിൽ 2021 വരെ ജൂലൈ മാസത്തിൽ എത്തി വന്നിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ എടുക്കുന്ന അധ്യാപകർക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പല കുട്ടികൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലും ഓൺലൈൻ വിദ്യാഭ്യാസം തന്നെയാണ് നടക്കുന്നത്. അപ്പോ നമ്മൾ ചോദ്യം ചോദിച്ച് നിർബന്ധമായിട്ടും സംസാരിക്കണം. സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണ്. നീരജ് നിരഞ്ജൻ, നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് ചോദ്യങ്ങളും ഒന്നും ചോദിക്കാറില്ല? നീരജ് ചോദിക്കാറുണ്ട് സാർ. അപ്പോ എങ്ങനെ 1.5 വർഷക്കാലം അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ഉത്തരം ഇങ്ങോട്ട് പറയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ എത്ര ആലോചിച്ചിട്ട്? അപ്പോ അല്ലെങ്കിൽ നമ്മളോട് പറയാം, എന്നോട് ചോദ്യം ചോദിക്കും. നെറ്റ് ഇഷ്യൂസ് എപ്പോഴും കേട്ട് മടുത്ത ഒരു കാര്യമായി കൊണ്ടിരിക്കുകയാണ്. നെറ്റ് പ്രോബ്ലംസ്. നിയാനാസർ നോ റിയാക്ഷൻ. നിയ പാർവതി KP ഓക്കെ. പൂജ സുരേഷ്, ഇത്തിരി കൂടി സ്മാർട്ടായിട്ട് ഉറക്കെ സംസാരിച്ച പൂജ സുരേഷ്. ആര് ചോദ്യം ചോദിച്ചാലും വളരെ സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ട് സംസാരിച്ചേ പറ്റും. പൂജ സുരേഷ്, ഈ ചോദ്യം എന്താണ്, എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പറഞ്ഞോളൂ. പൂജ. സർ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് വായിച്ചു നോക്കിട്ട് എന്തെങ്കിലും ഐഡിയ? ഓക്കെ. അമൽ മണികണ്ഠൻ, എനി ഐഡിയ? അമൽ സാർ, ഇതാദ്യം ആ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ ഇൻഇക്വാളിറ്റിയുടെ? അല്ല, ഈ കഥ എന്താണെന്ന് പറഞ്ഞ, ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് അറ്റ്ലീസ്റ്റ് ആവറേജ് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 മാർക്ക് തന്നിട്ടുണ്ട് 11th എക്സാമിനേഷന്റെ. ഞാൻ പറയണത് അനുസരിക്കും. മൊത്തത്തിൽ വളരെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ സംഭവം എന്താണെന്ന് പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് പറയാം. ഒരു സ്റ്റുഡന്റിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 11th ക്ലാസ്സിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 62 48 ആണ്. അപ്പോ അതിന്റെ മിനിമം ആനുവൽ എക്സാമിനേഷൻ, അപ്പൊ ആ കുട്ടിക്ക് കിട്ടേണ്ട അറ്റ്ലീസ്റ്റ് മാർക്ക്, ആവറേജ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് മാർക്കാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. ശ്രദ്ധിക്കാം. ഇപ്പോ അമൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഫസ്റ്റ് ടേം എക്സാമിനേഷന് 62 മാർക്കാണ് ലഭിക്കുന്നത്. സെക്കൻഡ് എക്സാമിനേഷന് 48. അദ്ദേഹം കൊയ്യ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ 48 മാർക്കിലേക്ക് കുറഞ്ഞു. അദ്ദേഹം ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പഠനം കുറച്ച് കുറഞ്ഞു അല്ലെ, ഫുട്ബോൾ കളി ഒക്കെ ആയിട്ട്. പിന്നെ വേറെ യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുണ്ട്. പിന്നെ മറ്റ് കുറെ പരിപാടികൾ ആൾക്ക്, കണ്ടമാനം പരിപാടികളാണ്. അപ്പോ 48 മാർക്കിലേക്ക് അദ്ദേഹം സെക്കൻഡ് ടൈമിലേക്ക് കുറഞ്ഞു. ഫസ്റ്റില് ഇത്രയും കിട്ടി, സെക്കൻഡില് ഇത്രയും കിട്ടി. അപ്പോ വീട്ടില് അദ്ദേഹത്തിന്റെ അച്ഛൻ മണിച്ചേട്ടൻ പറയാണ്, നീ കാര്യം ശരി, എല്ലാ കാര്യങ്ങളും നീ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഗോകുലം ക്ലബിലൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്, ഓക്കെയാണ്, യൂട്യൂബ് ചാനലൊക്കെ കൊള്ളാം, പക്ഷേ നിനക്ക് ഫൈനൽ എക്സാമിനേഷന്റെ പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. ഈ 3 കൂടി ആവറേജ് നോക്കിയാൽ, ഈ 3 പരീക്ഷയും കൂടി ആവറേജ് നോക്കിയാൽ above 60 അല്ലെ, ലെസ് ദാൻ അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. 60 മാർക്സിനേക്കാളും ആ ഫസ്റ്റ് ക്ലാസ്സിന്റെ ഒരു ആവറേജ് കീപ്പ് ചെയ്യാൻ നിനക്ക് സാധ്യമാകണം എന്ന് മണിച്ചേട്ടൻ പറയാണ്. അപ്പൊ ഇവൻ സാധാരണഗതിയിൽ ഒരു നോർമൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവൻ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഇത് നോക്കും.
അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 60 മാർക്സ് അല്ലെ, ഈ 3 എക്സാമിനേഷൻ നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 60 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ മൂപ്പര് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് പോവാം, ഗൂഗിളുകാരുടെ കൂടെ പൊക്കോളൂ എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പൊ ഇവൻ ഒരു സാധാരണ വിദ്യാർത്ഥി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അപ്പൊ തന്നെ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ കൈകൊണ്ടൊക്കെ നോക്കും. അപ്പോ ഇവന് കൃത്യമായിട്ടുള്ള റീഡിങ് കിട്ടും. അയ്യോ, ഇത്തിരി പരിതാപകരമായ അവസ്ഥയിലാണല്ലോ, അറ്റ്ലീസ്റ്റ് 60 മാർക്സ് കിട്ടുവാനായിട്ട് ഞാൻ നന്നേ പരിശ്രമിക്കേണ്ടി വരല്ലോ എന്നുള്ള ചിന്ത വരും. അത് എങ്ങനെയാണ് ആ സ്കോർ, ആ മാർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് പൂജ സുരേഷിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പൂജ സുരേഷ്, ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? അമൻ മണികണ്ഠൻ എന്ന് പറയുന്ന കുട്ടി ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ 62, സെക്കൻഡ് ടൈമിന് എക്സാമിനേഷൻ 48. അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. അവിടെ ചോദ്യം വളരെ വ്യക്തമാണ് അല്ലെ. ഫൈൻഡ് ദ മിനിമം മാർക്സ് ഹി ഷുഡ് ഗെറ്റ് ഇൻ ദ ആനുവൽ എക്സാമിനേഷൻ ടു ഹാവ് ആൻ ആവറേജ്, അണ്ടർലൈൻ, ടു ഹാവ് ആൻ average of at least 60 marks. To have an average of at least 60 marks. Let x be the marks. Let x be the marks obtained by student. Let x be the marks obtained by. Let x be the marks obtained by student in the annual examination. Let x be the marks. Let x be the marks obtained by student. Let x be the marks obtained by student in the annual examination. Then. അപ്പോ ഇദ്ദേഹം വീട്ടിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. 62 plus 48 plus annual examination x average by 3 at least 60 greater than or equal to 60. ഇനി ഈ എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച നമ്മുടെ ഉത്തരത്തിലേക്കുള്ള യാത്രയായി കഴിഞ്ഞു. പൂജ സുരേഷ്, വളരെ എളുപ്പമല്ലേ ഇത്? പറഞ്ഞോളൂ നീരജ്, പറഞ്ഞോളൂ. അല്ല 70 കിട്ടി, 70 കിട്ടിന്ന് പറഞ്ഞതാ. ഓക്കെ. ഞാനത് ആ ഒരു ഇത് കണ്ടവർക്ക് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ 3 അങ്ങോട്ട് കയറി വരുന്നു. 62 plus 48 എന്ന് പറയുന്നത് 110 plus x greater than or equal to 180. X greater than or equal to 180 minus 110. X greater than or equal to 70. ഇവൻ കുടുങ്ങിയേക്കാണ്, ഈ അമല് കുടുങ്ങി. X greater than or equal to 70. കാരണം ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും വലിയ കാര്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല. 48 പിടിച്ചിരിക്കുന്ന ആളാ. അപ്പൊ നോക്കി, x greater than or equal to 70 അല്ലെങ്കിൽ അതിന് മേലെ മാർക്ക് മേടിക്കണം, എന്നാലാണ് അച്ഛൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ എഴുതാം. Thus the student must obtain നിർബന്ധമാണ് കേട്ടോ, must obtain. ആയിക്കോട്ടെ എന്നിട്ട് മതി. ഞാൻ ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഒരല്പം വേഗതയിൽ പോകുന്നത്. കുഴപ്പമില്ല, ഞാൻ പതുക്കെ ആക്കാം. നിങ്ങൾക്ക് പരിചയക്കുറവുണ്ട്, നല്ല കാൽക്കുലേഷനൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഫാസ്റ്റില് ആഡ് ചെയ്യുക, ക്രോസ് ചെയ്യുക, ഇത്തിരി ഫാസ്റ്റ് ആയിക്കോട്ടെ. ആ നീരജ് എടുത്ത സമയം എടുക്കാൻ പാടുള്ളൂ. കണ്ട, നീരജ് ഞാൻ പറഞ്ഞപ്പോഴേക്കും 70 എന്ന് പറഞ്ഞു. അത്രയും ഷാർപ്പായിരിക്കണം എല്ലാ കുട്ടികളും. എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? എഴുതി കഴിഞ്ഞു. Thus the student must obtain. Thus the student must obtain a minimum of 70 marks. Thus the student must obtain a minimum of 70 marks. A minimum of 70 marks to get an average of at least 60 marks. To get an average of at least 60 marks. Vishnupriya, clear ആണോ? ക്ലിയർ ആണ്. Conclusion ഒരിക്കൽ കൂടി. Thus the student must obtain a minimum of 70 marks
70 marks to get an average of at least 60 marks. To get an average of at least 60 marks. Navya KB. sir. Clear ആണോ? Clear ആണ്. Neha. Nisarul Faiz. Prajesh. Prajesh. എന്താടാ ഉഷാറാവാണ്ട് നീ പെട്ടെന്ന് പറയണ്ടേ? പ്രണവ്. സാറേ ക്ലിയർ ആണ്. വെരി ഗുഡ്. പ്രണവ് രാജ് CP. രാഹുൽ PS. റിസാന റാഫി. കുറെ ആളുകളൊന്നും സംസാരിക്കുന്നില്ല. ഗൗരി കൃഷ്ണ. സാർ കേക്കണ്ട? ഓക്കെ, കേൾക്കുന്നുണ്ട്. നമ്മുടെ സാന്ദ്ര ജോസിന്റെ അവസ്ഥ എങ്ങനെയാണ്? സാന്ദ്ര ജോസ് ഓക്കെയാണ് സാർ. ഓക്കെയാണ്. വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടോ? ഓക്കെ. സ്വർണ ക്ലിയർ ആണോ? സ്വർണ സ്റ്റീൻ സാർ. ഓക്കെ. ഷഫീന ക്ലിയർ ആണ് സാർ. ഷിഫാന. സനാമോൾ ഉറക്കെ സ്മാർട്ടായിട്ട്. സനാമോൾ ക്ലിയർ ആണ് സാർ. യെസ്, അങ്ങനെ വരണം കേട്ടാ. ക്ലിയർ ആണ്, അങ്ങനെയല്ല വേണ്ടത്. സനാമോളൊക്കെ അല്ല ആർജവത്തോടുകൂടി സംസാരിച്ചോളൂ. കുറച്ച് പേരുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം ഹോംവർക്കാണ്. എഴുതിക്കൊള്ളട്ടെ. ഹോംവർക്ക്. രവി obtained 70 and 75. Ravi obtained 70 and 75. Marks in first two unit test. Ravi obtained 70 and 75 marks in first two unit test. Find the minimum marks he should get in the third test. Find the minimum marks he should get in the third test. Find the minimum marks he should get in the third test to have an average of at least 60 marks. To have an average of at least 60 marks. To have an average of at least 60 marks. To have an average of at least 60 marks. At least 60 marks. എഴുതിയോ മക്കളെ? sir. Yes sir. ഓക്കെ, നമുക്കിനി മറ്റൊരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. ഹെഡിങ് എഴുതാം. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാലിറ്റീസ് ഇൻ ടു വേരിയബിൾസ്. Graphical solution of linear inequalities in two variable. ശ്രദ്ധിക്കാം. ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു തുടങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കാം. എഴുതിക്കൊള്ളൂട്ടോ. ആദ്യത്തെ ചോദ്യം തന്നെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വയ്ക്കാം. First question is very important question. നിരവധി തവണ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഒന്നാമതായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റെഡിയാണോ നിങ്ങൾ ചോദ്യത്തിലേക്ക് പോകാനായിട്ട്? റെഡിയാണ് സർ. ഓക്കെ. Solve the following system of inequalities graphically. 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 X plus 2y less than or equal to h
2x plus y greater than or equal to 8. X greater than or equal to 0, y greater than. X greater than or equal to 0, y greater than or equal to 0. ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം ക്വാഡ്രന്റ് നമ്പർ 1ലേക്ക് ഒതുക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ അത് നമുക്ക് ഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി എല്ലാവരും വിഷ്ണുപ്രിയൊക്കെ സ്റ്റോപ്പ് ചെയ്യൂ. എല്ലാ കുട്ടികളും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. റിലാക്സ് ചെയ്തിട്ട് ഒറ്റ ടേക്കില് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇരിക്കുക. ഒരാളും എഴുതണ്ട. പേനയൊക്കെ അവിടെ വെച്ചോ. വിഷ്ണുപ്രിയൊക്കെ അവിടെ വെച്ചോ. ആ ഓക്കെ. എന്നിട്ട് മോള് നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. കൃഷ്ണ കൃഷ്ണ വീഡിയോ ഒന്ന് ഓണാക്കാമോ? കൃഷ്ണനെ ഒന്ന് കാണാനായിട്ട്. ഓക്കെ. കൃഷ്ണൻ ലൈറ്റ് ഇട്ടിട്ടില്ലേ റൂമില്? കൃഷ്ണ സാരില്ല ഏട്ടാ, കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. കറണ്ടൊക്കെ നമ്മുടെ വീട്ടിലും പോകും, എല്ലാവരുടെ വീട്ടിലും പോകും. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. കറണ്ട് വരുമ്പോ ലൈറ്റ് ഒക്കെ ഇരിക്കാം. ഓക്കെ, ശ്രദ്ധിക്കേട്ടാ. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഒരാളും എഴുതണം. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഞാൻ ആദ്യം തന്നെ അത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്നാക്കി ഇങ്ങനെ ഒരു ബോക്സ് സെറ്റ് ആക്കാണ്. ഇവിടെ എക്സ് എന്നും ഇവിടെ y എന്നും ആക്കി. ഈ എക്സിന് 0 എന്നും കൊടുക്കും. എക്സിന് 0. അപ്പൊ 2y ഈക്വൽ ടു 8, y ഈക്വൽ ടു 8/2 4 എന്ന് കിട്ടി. ഇനി ഞാൻ yക്ക് 0 എന്ന് കൊടുക്കും. അപ്പൊ എക്സിന് 8 എന്ന് കിട്ടി. yക്ക് 0, എക്സിന് 8 എന്ന് കിട്ടി. അപ്പൊ ആ ബോക്സ് കഴിഞ്ഞു. ഇനി ഇവിടെ 2x plus y ഈക്വൽ ടു 8. ഞാൻ വീണ്ടും ഇങ്ങനെ തന്നെ വരച്ചു. എക്സ് വൈ, എക്സിന് ഞാൻ 0 എന്ന് കൊടുക്കും. അപ്പൊ yക്ക് 8 എന്ന് കിട്ടി. yക്ക് 0 എന്ന് കൊടുക്കും. 2x/8 4 എന്ന് കിട്ടി. ഇനി ഞാനത് ഗ്രാഫ് വരയ്ക്കാൻ പോകാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്വാഡ്രന്റ് നമ്പർ 1ലാണ് ഷെയ്ഡ് ചെയ്തത്. 0 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. 0 4 ഇയാള് 0 and 8 0. ഒരു ലൈൻ അങ്ങ് വരച്ചു. സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ കൊണ്ട് വരയ്ക്കണം കേട്ടോ. റഫ് സ്കെച്ച് എനിക്ക് മാർക്കില്ലാത്ത ആരാണ്. അപ്പൊ നിങ്ങൾക്ക് പെൻസിലൊക്കെ യൂസ് ചെയ്യണം പരീക്ഷയ്ക്ക്. അത് ഇപ്പോഴും അതെ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഗ്രാഫിന് പേരുണ്ട്. ഇനി ഇത് ഒറിജിൻ ആണ്. ഇത് പല രീതികളിലൂടെ ഇത് ചെയ്യാം. ഒരു മെത്തേഡാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത് എങ്ങനെയാക്കും എന്ന് നോക്കാം. അപ്പൊ ഓരോന്ന് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ആശയക്കുഴപ്പമൊന്നും വരും. ഇപ്പൊ ഒരെണ്ണേ വരച്ചിട്ടുള്ളൂ. അയാളുടെ പേര് നമ്മൾ ഒറിജിൻ ഇതാണ്. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഞാൻ എക്സിന് 0യും വൈക്ക് 0യും, എക്സിന് 0യും വൈക്ക് 0യും ആ കണക്കില്. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ്. ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നുള്ള കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ? അഹമ്മദ് യാസിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ശരിയാണോ തെറ്റാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മള് പീഡിയ ചെന്നിട്ടുള്ള പോലെ വർത്താനം പറയാൻ പറ്റില്ല. 0 എസ് ഓർ നോ അതാണ് തോന്നുന്നു. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. വളരെ ലേസി ആയിട്ട് ആണ് സംസാരിച്ചത്. അത്തരത്തിലുള്ള എനിക്ക് ഈ പ്രായത്തിൽ ഇത്രയും ആർജവത്തോടു കൂടി സംസാരിക്കാമെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സംസാരിക്കണം. ഒരു ആത്മാർത്ഥതയുടെ ഭാഷ അവിടെ വന്നില്ല. അഹമ്മദ് യാസിൻ എനിക്ക് പെട്ടെന്ന് ഇതായില്ല. എക്സ് അത് തെറ്റാണ്. ഈക്വൽ ടു എന്തായാലും 0 അത് തെറ്റാണ് എന്തായാലും. അഭിപ്രായം പറയാം. നീരജ് ശരിയാണ്. ശരിയാണ്. ഓക്കെ ഗൗതം. നീരജ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ട്രൂ ആണ് അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ട്രൂ എന്നുള്ളൊരു ലോജിക്. ഈ ട്രൂ ആണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 അണ്ടർസ്റ്റുഡ് ആണ് നമുക്ക് അല്ലേ? അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ട്രൂ ആണെങ്കിൽ ഒറിജിൻ പിടിച്ചു വലിക്കും. ഇങ്ങനെ വലിക്കും. ഒറിജിൻ ഇങ്ങനെ താഴും.
ഒറിജിന്റെ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്തോളൂ എന്ന് ഒറിജിൻ പറയും. ഒറിജിൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിനെ വലിക്കണോ വേണ്ടയോ എന്ന് അറിയാനായിട്ട്. ട്രൂ ആണെങ്കിൽ പുള്ളി ഒറ്റ വലിയാണ്, ഫാൾസ് ആണെങ്കിൽ പുള്ളി മൈൻഡ് ചെയ്യില്ല, റിജക്റ്റഡ്. എവിടേക്ക് വേണമെങ്കിലും പോകണം, എവിടേക്ക് വേണമെങ്കിലും പോകണം, ഇങ്ങോട്ട് പോകണം. ഇയാളെ വലിച്ചു, താഴത്തേക്കായിരിക്കും ആരോ മാർക്ക് ഉറപ്പിച്ചു. അത് മാച്ച് കളയാവുന്ന ഒരു കാര്യമുള്ളൂ, ഞാനത് ഇങ്ങനെ കാണിച്ചു വെച്ചു. അടുത്ത 08 ആണ്. 08 40 ഇങ്ങനെയാണ് ഗ്രാഫ്. 40 എന്ന് പറയും. അവിടെ 2x plus y equal to 8. 2x plus y equal to 8. അപ്പൊ അവിടെ 0 2x plus y 0. അവിടെ x plus 2y less than or equal to 8 എന്ന് കിട്ടി. x plus 2y less than or equal to 8. പിന്നെ വരുന്നത് 2x plus y greater than or equal to 8. ഇതുവരെ വരയ്ക്കൂ, ബാക്കി പറയാം. ഇതുവരെ വരയ്ക്കൂ, ബാക്കി പറയാം. വരച്ചു കഴിഞ്ഞോ? ഓക്കെ. ഈ ചോദ്യത്തില് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ചോദ്യത്തില് 2x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. രണ്ടും ലെസ് ദാൻ ആണ്, രണ്ടും ലെസ് ദാൻ ആണ് കേട്ടോ. ചോദ്യത്തില് രണ്ടും ലെസ് ദാൻ ആണ്. x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, 2x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, രണ്ടും ലെസ് ദാൻ ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി 0 8 40. ഇവിടെ വരുന്നത് 2x plus y equal to 8. അപ്പൊ ഇവിടെയും എക്സിന് 0 വൈക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ട്രൂ ആണെന്നുള്ള കേസാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് വരുന്നു? ട്രൂ കേസ് കിട്ടും. എന്ത് വരുന്നു ഇവിടെ? എന്ത് വരുന്നു? ഈ ഗ്രാഫും എന്ത് വരും? ഈ 2x plus y equal to 8 ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യാം. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നു, ഒറിജിൻ വലിക്കും. രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ് ആണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. രണ്ടുപേരും കൂടി വരുന്നത് ഇവിടെയാണ് വരിക. ഈ ഭാഗത്താണ് ഷെയ്ഡ് ചെയ്യുക, ഈ ഭാഗത്താണ് ഇതിന്റെ ഷെയ്ഡിങ് വരാം. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കാം. ഇവിടെ വരുന്നത് ഇത് ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ട്രൂ കണ്ടീഷൻ കിട്ടി. ഇയാളും ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ് ഇവിടെ ഒരു ആരോ മാർക്ക് കാണിക്കാം, ഇവിടെയും ആരോ മാർക്ക് വരും. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എന്ന് കൃത്യമായി മനസ്സിലായി. നമ്മൾ ആദ്യം ഇനീക്വാലിറ്റി പറഞ്ഞാണെങ്കിൽ രണ്ട് ദിശയിലേക്കായിരുന്നു പോയത്. അപ്പോ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു ലോജിക് ആയിരുന്നു ഈ പ്രോബ്ലത്തിൽ. ഏതാ ഒറിജിൻ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണ് കിട്ടിയിരിക്കുന്നത്, ഇത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യും, ഒറിജിൻ ഇങ്ങോട്ട് വലിക്കും, അതായത് ഇങ്ങോട്ട് വലിക്കും, ഇത് താഴേക്ക് വലിക്കും, ഒറിജിൻ താഴേക്ക് ആക്കും. ഒറിജിൻ റിജക്ട് ചെയ്യുകയാണെങ്കിലോ ആക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ടായിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കണം. ഒറിജിൻ ഇത് ഫാൾസ് ആണെങ്കിലോ അങ്ങോട്ട് പോകും, ഓപ്പോസിറ്റ് റിജക്ട് ചെയ്യും. വേണ്ട, എനിക്ക് വേണ്ട, പോയിക്കോളൂ. എന്ത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 വന്നു, ട്രൂ കിട്ടി. ആ കണ്ടീഷൻ നോക്കേണ്ടി വരും. എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ട്രൂ അല്ലേ? അതറിഞ്ഞൂടെ? മിണ്ടാമോ? ക്ലിയർ ആണോ? എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു. അവിടെ നിന്നാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അവിടെ നിന്ന് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നിന്ന് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കും. ട്രൂ ആണെങ്കിൽ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യും, അപ്പൊ ഒറിജിന്റെ അവിടേക്കായിരിക്കും ഷെയ്ഡ് വരിക. ഫാൾസ് ആണെങ്കിൽ സംഭവം റിജക്ട് ചെയ്യും, പുറത്തേക്ക് പോകും. എന്നിട്ട് ആ ഷെയ്ഡ് ചെയ്ത് കിടക്കുന്ന പോർഷൻ കിടക്കുന്നത്, ഇപ്പൊ ഇവിടെ 2 ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 2 പേരും കൂടി ഇന്റർസെക്ട് ചെയ്യാവുന്ന പ്ലേസിൽ മാത്രമേ അവിടെ ഷെയ്ഡ് ചെയ്യുള്ളൂ. ഓക്കെ. ഇവിടെ എന്തുകൊണ്ട് ഷെയ്ഡ് ചെയ്തില്ല? ഇയാൾക്ക് താഴത്തേക്ക് മാത്രമേ എൻട്രി ഉള്ളൂ, ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇയാൾ ഓക്കെയാണ്, ഒരാൾ ഓക്കെ ആയിട്ട് കാര്യമില്ല. ഇയാൾക്ക് ഇവിടെ എന്തുകൊണ്ട് വന്നില്ല? ഇയാൾ ഓക്കെയാണ്, പക്ഷെ ഇയാൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ, അങ്ങോട്ട് വരാൻ പറ്റും. അപ്പൊ ഇവിടെയും 2 പേർക്ക് വരാൻ സാധ്യമല്ല. 2 പേരിൽ കൂടി വരുന്ന സ്ഥലത്താണ് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കാം.
എഴുതിയെടുത്തോളൂ. വരച്ചു കഴിഞ്ഞോ? യെസ് സർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാലേ നമുക്ക് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവായിരുന്നു. വരച്ചു കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ചോദ്യം. ഇനി എപ്പോഴും പറയുന്നില്ല, ഇങ്ങനെ ഹെഡിങ് എഴുതി വെച്ചോളൂ. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇനീക്വാലിറ്റീസ് ഗ്രാഫിക്കലി. സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇനീക്വാലിറ്റീസ് ഗ്രാഫിക്കലി. Solve the following system of inequalities graphically. Solve the following system of inequalities graphically. Solve the following system of inequalities graphically. Tanna varakanam. Solve the following system of inequalities graphically. Edikolu 2x plus y, 2x plus y, 2x plus y greater than or equal to 6. 2x plus y greater than or equal to 6. 3x plus 4y less than or equal to 2. 2x plus y greater than or equal to 6. 3x plus 4y less than or equal to 2. ഇത്രയേ ഉള്ളൂ. ചെയ്യാം. തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റുമോ അജിത്? പറ്റും സാർ. ഓക്കെ. സന, കഴിഞ്ഞ പ്രോബ്ലത്തിൽ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഗ്രേറ്റർ ദാൻ എന്നാണ് ഒരെണ്ണം പറഞ്ഞത്, രണ്ടും ലെസ് ദാൻ ആയിരുന്നു. അമൽ മണികണ്ഠൻ ഓക്കെ അല്ലേ മോനെ? ഓക്കെ ആണ് സർ. വരച്ചോളൂ. എങ്ങനെയാ നോക്കാം. 2x plus y equal to 6. നോക്കാം. x y x ന് 0, അപ്പൊ y ക്ക് 6, y ക്ക് 0. 2x equal to 6, x equal to 3x plus 4y equal to 12. 3x plus 4y equal to 12. x y x ന് 0 അല്ല, x ന് 0. 4y equal to 12. 3 y ക്ക് 0, x ന് 4. x ന് 4. x ന് 4. y ക്ക് 0, x ന് 4. y ക്ക് 0, 3x equal to 12, x ന് 4 എന്ന് കിട്ടും. 2x plus y equal to 6, x equal to 0, y equal to 6. അവിടെ y ക്ക് 0, 2x equal to 6, x equal to 3. x ന് 0, 4y equal to 12, y equal to 3. അവിടെ വരുന്നു y equal to 0, 3x equal to 12, x equal to 4. ഗ്രാഫ് വരയ്ക്കാം. x y 0 1 2 3 4 5 6 1 2 3 4 5 6 0 6 അവിടെ ഇതാണ് 2x plus y equal to 6. 2x plus y equal to 6. x ന് 0, y ക്ക് 0. 0 greater than or equal to 6. False. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒറിജിൻ വേണ്ട, റിജക്ട്. ഇവിടെയാണ് വരിക റിജക്ട്. പുറത്തേക്ക് 0 3 and 4 0 3 and 4 0 0 3 and 4 0. 3x plus 4y equal to 12. അവിടെ 0 less than or equal to 12. ട്രൂ എന്ന് കിട്ടും. ട്രൂ ആക്സെപ്റ്റ് ചെയ്യും. ഇത് താഴത്തേക്ക്. ഇനി രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ്. ഇയാളെ റിജക്റ്റ് ആണ് കാണിക്കുന്നത്. ഇയാളെ റിജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇയാളിങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ വേണം. അപ്പൊ എവിടെ ഷെയ്ഡ് ചെയ്യാം? ഷെയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഭാഗമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് ഉറപ്പാണ് കേട്ടോ, ഇത് ഉറപ്പാണ്. അതാണ് ഇത്തിരി സ്ലോയിൽ പോകുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് എന്താ അതിന് താഴേക്കും ചെയ്തുകൂടെ? കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ആയാലും മതി. ഓക്കെ, ഇങ്ങനെ ചെയ്താലും മതി. താഴേക്ക് പോകുന്ന വെച്ച് തെറ്റൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ഇത് ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഒറിജിൻ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ഷെയ്ഡ് ചെയ്യാനായിട്ട് എളുപ്പമാർഗം എന്ന് പറയുന്നത്. ആദ്യത്തെ നമുക്ക് ഫാൾസ് കിട്ടിയ കാരണം ആ ലൈന്, ആ സ്ട്രേറ്റ് ലൈന് നമ്മൾ പേര് മോനെ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കണ്ടേ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.
0 greater than or equal to 6 false ആണ്. 0 less than or equal to 12 true ആണ്. ട്രൂ ആണെങ്കിൽ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ ഒറിജിൻ റിജക്ട് ചെയ്യുന്നു. ക്ലിയർ? ക്ലിയർ. അനദർ ക്വസ്റ്റ്യൻ വരച്ചില്ല എപ്പോഴും? ഓക്കെ, കഴിഞ്ഞില്ലേ? യെസ് സർ. Then another question. 5x plus 4y less than or equal to 40. X greater than or equal to 2. Y greater than or equal to 3. വരയ്ക്കാം. X greater than or equal to 2. Y greater than or equal to 2. ചെയ്തോളൂ, തന്നെ ഒന്ന് ശ്രമം നടത്താം. കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? അമൽ? ഇല്ല സർ. വരച്ചു കഴിഞ്ഞു. ഓക്കെ. ഞാൻ നിങ്ങള് സ്വയം ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാണ്ടിരിക്കുന്നതാണ്, മാത്സ് ക്ലാസ് ആയതുകൊണ്ട്. ശരിയാവുമ്പോ ഒരു സന്തോഷം ഉണ്ടാവല്ലോ. നോക്കാം നമുക്ക്. ശ്രദ്ധിക്കാം. 5x plus 4y less than or equal to 40. അപ്പോൾ 5x plus 4y equal to 40. x y x ന് 0 y ക്ക് 10 അല്ലേ? x ന് 0 y ക്ക് 10, y ക്ക് 0 8. x equal to 2 ആണ്, y equal to 3 ആണ്. ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. x y 0 1 2 3 4 5 6 7 8 9 10 അല്ലേ? 8 9 10 8 9 10 y dash x 1 2 3 4 5 6 7 8 9 10 0 10 and 8 0. ഒരു ലൈൻ ഇങ്ങനെ വന്നു. അതിന്റെ പേര് 5x plus 4y equal to 10 equal to 40. 5x plus 4y equal to 40. അവിടെ കൊടുത്തു x ന് 0 y ക്ക് 0. 0 less than or equal to 40. ട്രൂ ആണോ ഫാൾസ് ആണോ? ദൃശ്യ ഒരു രക്ഷയില്ല. ആകെ ഒരു അമൽ മണികണ്ഠൻ ഉണ്ട്, ഒരു നീരജ് ഉണ്ട്, ഗൗതം ഉണ്ട്, അജിത്ത് ഉണ്ട്, അശ്വിൻ ഉണ്ട്, ഹരിശങ്കർ ഉണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രം റിപ്ലൈ തരുന്ന ഒരു ക്ലാസ് ആണ്. 5x plus 4y less than or equal to 40. Meenakshi Sudesh, Pooja Suresh. Pooja Suresh. Video on aako. Pooja Suresh. Yes sir. നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ ഓൺ ആക്കണമെന്ന് പറയാറുള്ളതല്ലേ? ചാർജിനായില്ല സർ, ഞാൻ ഇപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വെക്കുന്നത്. നിങ്ങൾ ചാർജ് കറക്റ്റ് ആക്കി വെക്കണം. നേരത്തെ റോസിയോ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? 0 less than or equal to 40. ട്രൂ ആണ് സർ. ട്രൂ ആണ്. അപ്പൊ ട്രൂ ആവുമ്പോ ഇത് ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് കാണിച്ചു വെക്കാൻ. ഓക്കെ. ഇനി x equal to 2 എന്ന് പറയുന്ന ഇതാണ്. പൂജ പോലെ പൂജ കംപ്ലീറ്റ് ആക്കണം. x equal to 2 വെർട്ടിക്കൽ ആയിരിക്കും എപ്പോഴും x equal to 2. അപ്പൊ അവിടെ വരുന്ന 0 greater than or equal to 2 എന്നാണ്. x ന് 0 കൊടുത്തപ്പോ കണ്ടീഷൻ അവിടെ x equal to 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. x equal to 2 വെർട്ടിക്കൽ ആണ്. 0 greater than or equal to 2 ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ്. ഫാൾസ് ആണ്. ഫാൾസ് എന്ന് പറയും. ഇവിടെ ഫാൾസ് എന്ന് പറയും. x ന് അവിടെ 0 കൊടുത്തു. 0 greater than or equal. അപ്പൊ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? റിജക്ട് ചെയ്യും. എവിടേക്ക് പോകും? ഏത് ഭാഗത്തേക്ക് ആരോ മാർക്ക് പോകും? ഓപ്പോസിറ്റ്. അങ്ങോട്ടല്ലേ പോവാ? ഈ ഭാഗത്തേക്കല്ലേ പോവാ? ഒറിജിൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? യെസ്. ഒറിജിൻ വേണ്ട, അപ്പൊ അങ്ങോട്ട് പോകും. x equal to 2 അങ്ങോട്ട്. ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ കൊറോണ വന്നേക്കുന്ന ഒരാളല്ലേ, കൊറോണ എന്ന് പറഞ്ഞത്, കൊറോണ പോയി എന്ന് പറഞ്ഞല്ലേ, അങ്ങോട്ട്. അടുത്ത y equal to 3 വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. y equal to 3 ഹൊറിസോണ്ടൽ.
y equal to 3 horizontal. അവിടെയും 0 greater than or equal to 3. False ആണോ ട്രൂ ആണോ? ഫാൾസ് ആണ്. ഒറിജിനൽ വേണോ? വേണ്ട. പുറത്തേക്ക്. റിജക്ട്. എനിക്ക് വേണ്ട, പോയിക്കോളൂ. റിജക്ട്. ഇനി 3 പേരും കൂടി ഷെയ്ഡ് ചെയ്യുന്ന ബോക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ കാണുന്നു. ഇയാൾക്ക് ഇവിടെ എൻട്രി ഉണ്ട്, ഇയാൾക്ക് ഇവിടെ എൻട്രി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നപ്പോ ഇയാൾക്കുണ്ട് ഇവിടെ. 3 പേർക്കും കൂടി അവിടെ സുഖമായിട്ടിരിക്കാം. 3 പേർക്ക് അവിടെയാണ് 3 പേരും കൂടി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ആ 3 പേർക്ക് അവിടെയാണ് കുറച്ചുകൂടി പറ്റുന്നത്. 3 പേരും കൂടി സേഫ് ആയിട്ടുള്ള പ്ലേസ് അവിടെയാണ്. ഷെയ്ഡ് ചെയ്യുന്നത് ഇവിടെയാണ് ഷെയ്ഡ്. നോക്കിയേ നിങ്ങൾ, ഇയാൾക്ക് ഇവിടെ മാത്രമേ വരാൻ പറ്റുള്ളൂ, ഇയാൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ, ഇയാൾക്ക് 3 പേർക്കും കൂടി കൂടുമ്പോൾ അവിടെ പറ്റും. ആ 3 പേരുടെയും ആ സംഗമ സ്ഥലം കണ്ടുപിടിക്കും. 3 പേരുടെയും ആ സംഗമ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പൊ അവിടെയാണ് ഷെയ്ഡ് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ് സാർ. പൂജ സുരേഷ്, ഇങ്ങനെയാണോ മോൾക്ക് ലഭ്യമായത്? യെസ്. ശ്രദ്ധിക്കാം. ആദിൽ കൃഷ്ണ ഓക്കെ ആണോ? ആദിൽ കൃഷ്ണ, ആവണി ടി എ, അഭിനവ് കെ സുഭാഷ്, അഭിനവ് ഷൈജു, അഭിരാം വി എസ്, അഭിരാമി പി എ, അഭിഷേക്, ആദിനന്ദ എം ആർ, ആദിത്യ ശ്രീനിവാസ്, ആദിത്യൻ കെ യു, അഫീഫ്, അഹമ്മദ് യാസിൻ, ഐലിൻ ജാക്കോബ്, ഓക്കെ, ഐശ്വര്യ രാജ് എം ആർ, അജിത്, അജ്മൽ ഷാ, അൽ ഷഫാൻ, അമൽ മണികണ്ഠൻ, അനന്യ കെ എം, അനറ്റ് യാക്കോബ്, അഞ്ജല പ്രവീൺ, അഞ്ജലി അനിൽകുമാർ, അന്ന, അപർണ എം, ആസിഫ് അലി, അശ്വിൻ പ്രദീപ്, റോസിയോ, ക്രിസ്റ്റി, ഡേവിഡ് മാത്യു, ഡിയോൺ ഡേവിസ്, ദേവദത്ത് സി എസ്, ദേവിക മോൾ, ദൃശ്യ പ്രദീപ്, ഫിദ, ഗൗരി കൃഷ്ണ, ഹാദിയ, ഹരികൃഷ്ണ, ഹാസ്ബിയ, ജിതിൻ, കൃഷ്ണ പി എസ്, ലക്ഷ്മിപ്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിക്കോളൂ. അടുത്ത ചോദ്യം എഴുതിക്കോളൂ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എഴുതാം. x plus 2y less than or equal x plus 2y less than or equal to 10, x plus y greater than or equal to 1, x minus y less than or equal to 0, x minus y less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. വരച്ചോളൂ. വരയ്ക്കാം. ശ്രദ്ധിക്കാം. x plus 2y less than or equal to 10. അപ്പോ x plus 2y equal to 10 എന്നാണ്. x plus 2y equal to 10. x ന് 0 കൊടുക്കുന്നു. x y x ന് 0 കൊടുക്കുന്നു. x ന് 0 കൊടുത്തപ്പോൾ 2y equal to 10, y equal to 5. y ക്ക് 0 കൊടുക്കുന്നു, x ന് 10 എന്ന്. y ക്ക് 0 കൊടുക്കുന്നു, x ന് 10. x plus y equal to 1. x ന് 0, x y x ന് 0 കൊടുക്കുമ്പോൾ y ക്ക് 1, y ക്ക് 0 കൊടുക്കുമ്പോൾ x ന് 1. x minus y less than or equal to 0. ഇത് നമുക്ക് പറയാം, അതൊരു പ്രത്യേക രീതിയിൽ പറയാം. ശ്രദ്ധിക്കാം. ഇപ്പോ x y 4 6 8 10 4 6 8 10 0 5. ഇതാണ് 0 5 10 10. ഗ്രാഫ് x plus 2y equal to 10. ഇവിടെ ലെസ് ദാൻ ആണ് വന്നത്. 0 less than or equal to 10. 0 less than or equal to 10.
0 less than or equal to 10 എന്നാണ്. 0 less than or equal to 10. ഗ്രാഫ് ഇങ്ങനെ കിട്ടിയായിരുന്നോ മക്കളെ? യെസ് സർ. ഓക്കെ, ട്രൂ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു. എക്സിന് 1, വൈക്ക് 1 അല്ലെ. എക്സിന് 0, വൈക്ക് 1. 0 1 ഇവിടെ അങ്ങനെ കിട്ടും. ഇവിടെയും 1 0 എന്നെങ്കിലും ഇങ്ങനെ ഒരു ഗ്രാഫ്. ഞാൻ 2 4 എടുത്തത് കൊണ്ട് ഒരു ചെറിയ റീഡിങ്ങുകളൊക്കെ വരുള്ളൂ അല്ലെ. ഈ ഗ്രാഫ് അല്ലെങ്കിൽ 10 ഒക്കെ അവിടെ 2 4 6 8 10 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഫാൾസ് എന്ന് കിട്ടി അല്ലെ. ഫാൾസ് എന്നാണ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫാൾസ് എന്നല്ലേ കിട്ടിയേക്കണേ? നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ വളരെ സ്ലോ ആവണേ. ക്ലാസ് കൊഴുപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ശോകമായിട്ട് പോവാണ്. ക്ലാസ് കൊഴുപ്പിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല. കാരണം ആകെ എന്താ പറയാ, ഒരു 5-6 പേര് മാത്രം മറുപടി പറയും. ബാക്കി ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കാം. അപ്പോ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫാൾസ് ആണ്. ഫാൾസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യില്ല, റിജക്ട്. ശരിയാണോ? ഓക്കെ, ഫാൾസ്. ഇത് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെ നോക്കാം നമുക്ക്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ പാസസ് ത്രൂ ദ ഒറിജിൻ എന്നാണ് പറയുന്നത്. പാസസ് ത്രൂ ദ ഒറിജിൻ. ഇതാണ് പാസസ് ത്രൂ ദ ഒറിജിൻ. പാസസ് ത്രൂ ദ ഒറിജിൻ. ഇനി ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്ന് കാര്യങ്ങളിലേക്ക് കിടക്കണം. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റില്ല. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട. പാസസ് ത്രൂ ദ ഒറിജിൻ വൈ ഈക്വൽ ടു എക്സ് ആയിട്ടാണ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പോവാ. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഷെയ്ഡ് ചെയ്യേണ്ടത് മുകളിലേക്കും, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് താഴേക്കുമായിരിക്കും. passes through the origin. Y greater than or equal to x, greater than or equal. Y greater than or equal to x upside ലേക്കാണ്, മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ 3 പേരും കൂടി വരുന്ന പ്ലേസ് കണ്ടുപിടിക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇദ്ദേഹം മുകളിലേക്ക് എന്ന് പറഞ്ഞു, ഇയാൾ താഴത്തേക്ക് എന്ന് പറഞ്ഞു, ഇയാൾ മുകളിലേക്കാണ് വരിക. 3 പേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ് നമുക്ക് ലഭ്യമായി. ഇവിടെയാണ് ആ 3 പേരും ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം. ആ 3 പേരും ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ഇവിടെയാണ് കിട്ടുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെയാണ് കിട്ടുക. ആദ്യം സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചു. അത് ട്രൂ ആണ് നമുക്ക് ലഭ്യമായത്. അത് ട്രൂ ആയ കാരണം ഇത് ആക്സെപ്റ്റ് ചെയ്തു ഒറിജിൻ. ഇയാൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫാൾസ് എന്നാണ് കിട്ടിയത്. ഫാൾസ് എന്ന് പറയുമ്പോൾ സംഭവം റിജക്ട് ചെയ്തു. അതിനുശേഷം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 becomes എക്സ് ഈക്വൽ ടു വൈ, അല്ലെ എക്സ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്. passes through the origin എന്ന് അണ്ടർസ്റ്റുഡ് ആണ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ട്വിസ്റ്റ് ഒന്ന് നോക്കാം. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഇനീക്വാലിറ്റി മാറും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, അടുത്തത് എന്തായിരിക്കും? വൈ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. y greater than or equal to x എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് അതിന്റെ passes through the origin ഷെയ്ഡ് വരിക. y less than or equal to x ആണെങ്കിൽ, y less than or equal to x ആണെങ്കിൽ ഒറിജിന്റെ താഴേക്കായിരിക്കും അതിന്റെ ഷെയ്ഡ് വരിക. അപ്പൊ ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ സാധാരണ കുട്ടികളുടെ തെറ്റുന്നത് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അത് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആക്കാം. എപ്പോഴും അങ്ങനെ ചിന്തിച്ച് ചെയ്യണം. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാക്കുമ്പോൾ ആ ഒറിജിന് മുകളിലാണ്, നമുക്ക് ഒറിജിന്റെ മുകളിലാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്.
ഇനി y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നായിരുന്നെങ്കിൽ അത് താഴത്തേക്ക് വരുമായിരുന്നു. ഇതാണ് ഈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർ ഒരു ഡൗട്ട് പറയൂ. സാറേ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇല്ലേ, അത് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാക്കിയത് ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടാണോ? അല്ല, കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ ഇതിൽ പറയുമ്പോൾ ആക്കി വെക്കുന്നത്, ഞാൻ പറയട്ടെ, വൈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി വെക്കുമ്പോൾ കണക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയാലും കുഴപ്പമില്ല, കണക്ക് ചെയ്യാൻ ഒരു ഈസിനെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈനെ തിരിച്ച് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആക്കിയത്. വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ചിന്തിക്കാനായിട്ട്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ അവിടെ പാസസ് ത്രൂ ദ ഒറിജിൻ, അതിന്റെ അപ്പ് സൈഡിലേക്ക് പോകും ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അങ്ങനെയാണ് കണ്ടീഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടാം. ഇനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് അതിനനുസരിച്ച് വരും അത്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈനെ നമ്മൾ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതൊരു ഇനീക്വാലിറ്റിയുടെ കണ്ടീഷനാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം എന്നുള്ളത്. അപ്പൊ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് വന്നത് കൊണ്ടാണ് ആ ഒറിജിനിലൂടെ കടന്നു പോയിരുന്ന ലൈൻ മുകളിലേക്ക് വന്നത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്നുള്ള വാക്ക് അവിടെ വന്നതുകൊണ്ട്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. സാറേ പറയൂ. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇല്ലേ, അല്ല അത് പിന്നെ നമ്മള് നോക്കണ്ടല്ലോ, മറ്റേ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ച് നോക്കിയാ പോരാ? പിന്നെ ഒറിജിന് മുകളിലേക്ക് പോവാ താഴേക്ക് വരുമോ നോക്കില്ലേ? ഏതാ? അല്ല, നമ്മള് ഒറിജിന് മുകളിലേക്ക് പോവാ താഴേക്ക് വരുമോ നോക്കില്ലേ? അതപ്പോ നമ്മള് ആദ്യത്തെ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണല്ലോ, അത് നമ്മൾ തിരിച്ചിട്ടു. പിന്നെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയി. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് അത് മാത്രം അപ്പൊ നോക്കിയാ പോരെ? ആ എക്സിന്റെ കണ്ടീഷൻ നോക്കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു അനൗൺസ്മെന്റ് പോയിണ്ടായിരുന്നു, അതാരണം ക്ലിയർ ആയിരുന്നില്ല. ഇവിടെ ഒരു അനൗൺസ്മെന്റ് റൂട്ടിൽ കൂടെ പോണ്ടായിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് ഇവിടെ. അടുത്ത ചോദ്യം കേട്ടോ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം, ഒന്നുകൂടി തന്നെ ചെയ്യണം. എഴുതിയിട്ടുള്ളൂ. അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. എഴുതിക്കോളൂ കേട്ടോ. 2x plus y, 2x plus y, 2x plus y, x plus y less than or 2x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to 6. 2x minus 3y less than or equal to 6. 2x minus 3y less than or equal to 6. ചെയ്തോളൂ. കഴിഞ്ഞോ? നിങ്ങള് കണക്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രയാസാട്ടാ. നിങ്ങളിപ്പോ കുറച്ച് പേര്, വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ. മറ്റുള്ള ആൾക്കാർ എന്താ പേര്, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ പേര് വിളിച്ചു, ഒരു മറുപടി പോലും തരുന്നില്ല. ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യാനും കൂടിയും പറ്റുന്നില്ല. എത്ര കുട്ടികളുടെ പേരാണ് ഞാൻ വിളിച്ചത്? ഇൻഡിവിജ്വലി ആയിട്ട് എത്ര കുട്ടികളെ വിളിച്ചു? അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാം. അയ്യോ എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഒരു പിടിപാടുമില്ല. ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം കൂടി പറയട്ടെ, എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ലിസൺ, ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇപ്പൊ ഹരിശങ്കർ നേരത്തെ ഈ മൈക്ക് അനൗൺസ്മെന്റ് പോയതുകൊണ്ട് എനിക്ക് വ്യക്തമായിരുന്നില്ല. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ആ ഗ്രാഫിന്റെ അത് ഞാൻ ഒന്നും കൂടി കാണിക്കാൻ ചില കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അവിടെ 0, 1, 2, 3 ഒക്കെ ഞാൻ കൊടുത്തു. 4 കഴിഞ്ഞ കണക്കാട്ടെ. കഴിഞ്ഞ കണക്കിന്റെ അവിടെ ഒരു ആശയക്കുഴപ്പം ചില കുട്ടികൾക്ക് വന്നത് കൊണ്ട് മാത്രം ഡിസ്കസ് ചെയ്യാണ്. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, അതിനെ ഞാൻ തിരിച്ചിട്ടു. ഇനി തിരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹരിശങ്കർ ചോദിച്ചല്ലോ തിരിക്കണോ എന്ന്. തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം, തിരിക്കാനും കാണിച്ചു. രണ്ടും ഒന്ന് തന്നെയാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. ഇത് അണ്ടർസ്റ്റുഡ് ആണ്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 പാസസ് ത്രൂ ദ ഒറിജിൻ. കാരണം ഇത് എക്സ് ഈക്വൽ ടു വൈ ആണ് അല്ലെ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പാസസ് ത്രൂ ദ ഒറിജിൻ.
passes through the origin ആണ് വരിക. എപ്പോഴും passes through the origin. y greater than or equal to x എന്നാണ് കണ്ടീഷൻ. y greater than or equal to x. ഞാനിപ്പോ ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. ഈ ഗ്രാഫിന് താഴെയുള്ള ഇങ്ങോട്ടുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. 20 എന്നുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. 20. അതായത് ഇതിങ്ങനെ ഒരു ഒറിജിൻ, ഒരു ബോർഡർ ഇങ്ങനെ വന്നേക്കാം. പാസസ് ത്രൂ ദ ഒറിജിൻ. 20 എന്നുള്ള ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്തു. ഈ ഭാഗത്ത് കാണുന്നതാണ് 20. 20 ഞാൻ എടുത്തപ്പോ ഇത് എക്സിനെയും ഇത് വൈനെയും കാണിക്കും. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണോ ട്രൂ ആണോ? പൂജ സുരേഷ്, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ് സർ. ഫാൾസ് ആണ്. ഫാൾസ് ആണ്. എന്താ ഫാൾസ് ആണോ? ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? എക്സ് ഇവിടെ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഫാൾസ്. ഇതാണ് ഒറിജിനിലൂടെ കടന്നു പോയത്. അപ്പൊ ഒറിജിൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, റിജക്ട്, പുറത്തേക്ക് പോകും. എന്താ ഗ്രാഫ് മുകളിലേക്ക് പോയിട്ടുണ്ടോ? ഗ്രാഫ് മുകളിലേക്ക് പോയിട്ടുണ്ടോ? ഡൗട്ടുള്ള ആൾക്കാർ ഇതൊന്നും എഴുതിയെടുക്കും. കഴിഞ്ഞ സൈഡില് x minus y less than equal to 0, x minus y equal to 0, x equal to y. സാറേ ട്രൂ ആണെങ്കിലോ? ഏതാ അവിടെ 0 ഗ്രേറ്റർ ദാൻ അല്ല 2 ട്രൂ ആണെങ്കിൽ 0 ലെസ് ദാൻ 2 ആണെങ്കിൽ അവിടെ ഫാൾസ് ഒന്ന് ട്രൂ ആണെങ്കിൽ ഈക്വൽ ടു x എന്നുള്ള കണ്ടീഷൻ എടുക്കും. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ലേക്ക് ആക്കും. അപ്പോ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഒരുപാട് ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. ഇതില് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് കയറി പോവാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. അപ്പൊ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുമ്പോൾ ആ 20 എന്ന് പറയുന്നത് x ന് 2 ആണ്. അപ്പൊ എന്ത് കിട്ടി? x ന് 2 ആണ്, y ക്ക് 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഫാൾസ്. അപ്പൊ ഒറിജിൻ എന്ത് വരുന്നു? ഒറിജിൻ മുകളിലേക്ക് കയറി പോകും. ഇത്തരം പ്രോബ്ലംസിൽ നമുക്ക് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ള കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ y നെ ഇടതുഭാഗത്തിലേക്ക് ആക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഓക്കെ സർ. y ഗ്രേറ്റർ ദാൻ ഉള്ള ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചു. അപ്പൊ നമുക്ക് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളത് ഫാൾസ് എന്ന് കിട്ടി. അപ്പൊ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഈ പ്രോബ്ലം ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞു. ഇനി ഹരിശങ്കർ കേൾക്കുന്നുണ്ടോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നില്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അത് ട്രൂ ആണോ ഫാൾസ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അത് ഫാൾസ് ആണ് സാർ. ഫാൾസ് ആണ്. അപ്പൊ നോക്കി ഞാനേ ഇവിടെ നോക്കി എഴുതി നോക്കി x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. 2 തന്നെ എടുക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോഴും ഫാൾസ് തന്നെയല്ലേ? ഫാൾസ് സാർ. അപ്പോഴും ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, റിജക്ട് ചെയ്യും. ഇല്ല, ചെയ്യില്ല. അതായത് ചില ആൾക്കാർ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ട്രൂ ആവണ കേസ്. ഇത് ട്രൂ ആവണല്ലോ, ഇത് ട്രൂ ആകുന്നില്ല. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y യും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എടുത്താലും ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, x ന് 20 എന്നുള്ള പോയിന്റ് കൊടുക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫാൾസ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x കൊടുക്കുമ്പോൾ ഫാൾസ് തന്നെയാണ് കിട്ടുന്നത്. രണ്ടും ഫാൾസിലേക്ക് പോകുമ്പോ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ സാർ. മനസ്സിലായോ? മനസ്സിലായി. ശ്രദ്ധിക്കാം. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആയാലും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആയാലും ഒന്നും പ്രശ്നമില്ല. പക്ഷെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഉറച്ചു നിന്ന് അത് പഠിച്ചാൽ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഈ ട്രൂ ഫോൾസ് അറിയില്ല. അതിപ്പോ എനിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റാം? സംഖ്യകൾ വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് 2x plus y equal to 4. 2x plus y equal to 4. 2x plus y equal to 4. അപ്പൊ ഗ്രാഫ് വരയ്ക്കാം. x y 2x plus y equal to 4. x ന് 0 കൊടുക്കുമ്പോൾ y ക്ക് 4. y ക്ക് 0 കൊടുക്കുമ്പോൾ x ന് 4/2 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ശ്രദ്ധിക്കുക. x y 0 1 2 3 4 1 2 3 4. അവിടെ x ന് 0 y ക്ക് 4 x ന് 2. ഗ്രാഫ് വരുന്നത് 2x plus y equal to 4. 2x plus y equal to 4. അപ്പൊ ഇവിടെ x ന് 0 y ക്ക് 0. x ന് 0 y ക്ക് 0. 0 greater than or equal to 4. 0 greater than or equal to 4. True or false? False. ഗ്രാഫ് എവിടേക്ക് പോകും? മുകളിലേക്ക്. ഓക്കെ, ഒരാളെങ്കിലും പറയണ്ടല്ലോ.
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. അണ്ടർസ്റ്റുഡ് ആണ്. എക്സ് വൈ 0 3 വൈക്ക് 0 3 0 3 എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് 3 വൈക്ക് 0 കൊടുത്തപ്പോൾ 3 3 അങ്ങനെ കിട്ടി. അങ്ങനെ ഗ്രാഫ് ലഭിച്ചു. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് സർ. ഓക്കെ, ഇത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ട്രൂ ഓർ ഫോൾസ്? അപ്പൊ എവിടേക്ക് വരും? അടിയിലേക്ക് വരും. അടിയിലേക്ക്. കറക്റ്റ്, അടിയിലേക്ക്. ഒരെണ്ണം മുകളിലേക്ക്, ഒരെണ്ണം താഴേക്ക്. 2x minus 3y equal to 6. എക്സ് വൈ, എക്സിന് 0 വൈക്ക് നെഗറ്റീവ് 2, വൈക്ക് 0 എക്സിന് 2x equal to 6. അവിടെ നെഗറ്റീവ് 2 നെഗറ്റീവ് 1 നെഗറ്റീവ് 2 നെഗറ്റീവ് 2 0 ആൻഡ് 3 ഇങ്ങനെ വന്നു. അപ്പൊ അവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? അപ്പൊ എവിടേക്ക് വരും? മൂന്ന് പേര് കൂട്ടിമുട്ടുന്ന പ്ലേസ്. ഇവിടെ ഈ ക്വാഡ്രന്റിലേക്ക് പോകണ്ടിട്ടാ, കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ട് വന്നു, ഇയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇയാൾ പുറത്തേക്ക്. 3 പേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ് കണ്ടുപിടിക്കാം. 3 പേരും ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലേസ് ഇവിടെയാണ്. 3 പേരും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പ്ലേസ് ഇവിടെ, അവിടെയാണ് ആ 3 പേരും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന ഭാഗം. ക്ലിയർ അല്ലേ? കിട്ടിയായിരുന്നോ? കിട്ടി സാർ. ഓക്കെ. അമൽ മണികണ്ഠൻ, ലാസ്റ്റ് പ്രോബ്ലത്തിന്റെ ആ പാസസ് ത്രൂ ദ ഒറിജിൻ ഇപ്പോ വളരെ വ്യക്തമല്ലേ? അതെ സാർ, അതെ. ഇത്രേ ഉള്ളൂ സംഭവം. അത് ആ കണക്ക് മിക്ക കുട്ടികളിലും തെറ്റാറുള്ളതാണ്. പാസസ് ത്രൂ ദ ഒറിജിൻ. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ബിക്കംസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഓർ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പാസസ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചിട്ട് നമ്മൾ 20 എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 30 കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 40 കൺസിഡർ. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫാൾസ് എന്നുള്ള ഒരു ആൻസർ ആണ് ലഭ്യമാകുന്നത്, അല്ലെ? 20 സെലക്ട് ചെയ്യുമ്പോൾ 0, അല്ലെ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. ആ 20 30 40 ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് കിട്ടുമ്പോൾ ഒറിജിൻ റിജക്റ്റ് എന്ന് കാണിക്കുകയും അത് പുറത്തേക്ക് തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ? യെസ് സർ, ക്ലിയർ ആണ്. സാറേ പറയൂ. നമ്മളിപ്പോ എടുത്തതിൽ അവസാനത്തെ ഇക്വേഷന്റെ വരയില്ലേ? അവസാനത്തെ ഇക്വേഷന്റെ വരയില്ലേ? ആ മൂന്നാമത്തെ ഇക്വേഷന്റെ അതില് നമ്മള് ട്രൂ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് കാണിക്കാണ് മുകളിലേക്ക് എടുക്കാൻ കാരണം ആ വര ഒറിജിന് താഴെ കാരണല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇത് ട്രൂ അല്ലേ? 0 ട്രൂ ആവുമ്പോ എന്താണ്? ഒറിജിൻ ഇവിടെ കിടക്കല്ലേ? പുള്ളി ഇങ്ങോട്ട് തന്നെ വിളിക്കുക, പുള്ളി ഇങ്ങനെ താഴെ വിളിക്കുക. ഓക്കെ, ഹോംവർക്ക് എഴുതിക്കൊള്ളൂ കേട്ടോ. ഹോംവർക്ക് 5x plus 4y 5x plus 4y 5x plus 4y 5x plus 4y less than or equal to 20. X greater than or equal to 1, y greater than or equal to x greater than or equal to 1, y greater than or equal to 2. 3x plus 4y. Okay, 3x plus 4y 3x plus 4y less than or equal to 16. X plus 3y less than or equal to 30. X greater than or equal to 0. Y greater than or equal to 0. X greater than or equal to 0. Y greater than or equal to 0. Then x minus 2y. X minus 2y less than or equal to 3. 3x plus 4y. 3x plus 4y. 3x plus 4y greater than or equal to 12. X greater than or equal to 0, y greater than or equal to x greater than or equal to 0, y greater than or equal to 1. Y greater than or equal to 1. ചെയ്യാൻ പറ്റുമോ? Yes sir. Yes sir. Yes sir. Okay sir. ഓക്കെ, ശ്രദ്ധിക്കാം. ആദിൽ കൃഷ്ണ ഓക്കെ ആണോ? ആദിൽ കൃഷ്ണ, ആവണി ടി.എ, ഓക്കെ സർ. അഭിനവ് കെ സുഭാഷ്, അഭിനവ് ഷൈജു, അഭിരാം DS. ശ്രദ്ധിക്കാം. നമ്മള് ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ കോഎഫിഷ്യന്റ് ഓഫ് x ഈസ് നെഗറ്റീവ്, ഇനീക്വാലിറ്റി വിൽ ബി ചേഞ്ച് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ദ കോഎഫിഷ്യന്റ് ഓഫ് x ഈസ് നെഗറ്റീവ്, ഇനീക്വാലിറ്റി വിൽ ബി ചേഞ്ച്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്പർ ലൈനിൽ വരയ്ക്കാൻ പറയുമ്പോൾ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെറിയ സർക്കിൾ അങ്ങ് ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ആണെങ്കിൽ ചുമ്മാ ഒരു സർക്കിൾ അങ്ങ് വരച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ തന്നിരിക്കുന്ന ചോദ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡാർക്ക് ചെയ്യാണ് പതിവ്. അത് കറുപ്പിക്കുക.
അങ്ങനെ 2 ടോപ്പിക് നമ്മൾ പഠിച്ചു. മൂന്നാമത് നമ്മൾ ഗ്രാഫിലേക്കാണ് കടന്നത്. ഗ്രാഫ് നമ്മൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പരിശോധിക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കൃത്യമായി പറയാൻ സാധിച്ചില്ല. അപ്പൊ അവിടെ കുറെ കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. അത് എന്റെ കുഴപ്പമായിട്ട് ഞാൻ കരുതുന്നില്ല. ആ ട്രൂ ഓർ ഫാൾസ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണം. ഒരു സംഖ്യ വലുതാണോ ചെറുതാണോ പഠിക്കാത്ത ആളുകൾ ഇപ്പോൾ തീർച്ചയായും പഠിച്ചേ പറ്റും. എന്താ പറഞ്ഞത്? എന്തോ ആരോ പറഞ്ഞു. അപ്പോ ശ്രദ്ധിക്കുക, പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ ട്രൂവും ഫാൾസും നോക്കാൻ സാധിക്കാത്ത കുട്ടികൾ വീട്ടിലിരുന്ന് നമ്പേഴ്സ് എഴുതിയിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പരിശോധിക്കാം. ഇപ്പോ 0 ≤ 8 അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അല്ലെ? 0 1 2 3 4 5 6 7 8 9 10 ഒക്കെ പഠിച്ച ആളുകളാണ്. ഒരു സംഖ്യ വലുതാണോ ചെറുതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക. അപ്പൊ ട്രൂ ആണെങ്കിൽ +1 ക്ലാസ്സിൽ പറയുന്നത് ട്രൂ ആണെങ്കിൽ പാസസ് ത്രൂ ദി അവിടെ ട്രൂ ആണെങ്കിൽ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുകയും ഫാൾസ് ആണെങ്കിൽ ഒറിജിൻ റിജക്ട് ചെയ്യുകയുമാണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ ഒറിജിൻ റിജക്ട് ചെയ്യുന്നു. 3 ഇക്വേഷൻസ് ഒക്കെ തരികയാണെങ്കിൽ ആ 3 ഇക്വേഷൻസിലെയും 3 പേരും കൂട്ടിമുട്ടുന്ന പ്ലേസ് ആണ് നമുക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കേണ്ടത്. വളരെ സാവധാനത്തിൽ റിലാക്സ് ചെയ്ത് അത് കണ്ടുപിടിക്കണം. അത് ആ 3 പേരും കൂട്ടിമുട്ടുന്ന സ്ഥലം ഷെയ്ഡ് ചെയ്യാം. ഒരു ധൃതിയും വേണ്ട. മാർക്ക് കൂടുതലാണ്, ഒരു ധൃതിയും വേണ്ട. വളരെ റിലാക്സ് ചെയ്തിട്ട് ഈ ട്രൂ ഫോൾസ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്ത് പോവാം. പിന്നെ ഒരു പ്രോബ്ലത്തിൽ മാത്രമേ ആശയക്കുഴപ്പമുള്ള ചോദ്യമുള്ളൂ. ആ ചോദ്യം പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്ന ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത x - y ≤ 0 എന്നുള്ള പ്രോബ്ലം. അത് പല മെത്തേഡിൽ എഴുതാം എന്ന് ഞാൻ പരിചയപ്പെടുത്തി. x ≤ y അങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. ഇനി y ≥ x അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഈ 2 കണ്ടീഷൻസും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാസസ് ടു ദ ഒറിജിൻ ആണെങ്കിൽ ഇവിടെ 20 എന്ന് സെലക്ടഡ് ആക്കുകയാണെങ്കിൽ 20 സെലക്ടഡ് ആക്കുകയാണെങ്കിൽ y യുടെ ഭാഗത്ത് 0 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫാൾസ് എന്നുള്ള ഉത്തരം കിട്ടുകയും ഒറിജിൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള വസ്തുത മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ആ പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് തന്നെയാണ് പല കുട്ടികൾക്കും കിട്ടാതെ പോകുന്നത്. പാസസ് ത്രൂ ദ ഒറിജിൻ വരയ്ക്കും, ചില പിള്ളേർ തോന്നിയത് വരയ്ക്കും. പക്ഷേ വരച്ചാൽ തന്നെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗവും കറക്റ്റ് ആകണമെന്നില്ല. അപ്പോ ആ പ്രോബ്ലത്തെ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പോ ഇത്രയും ചാപ്റ്റർ ഇപ്പൊ ഞാൻ ഏതൊക്കെ ചാപ്റ്റർ ഇവിടെ തീർത്ത്, കോംപ്ലക്സ് നമ്പർ തീർത്തിട്ടുണ്ട്, ലീനിയർ ഇനീക്വാലിറ്റീസ് തീർത്തിട്ടുണ്ട്, ബൈനോമിയൽ തിയറം തീർത്തിട്ടുണ്ട്. 3 ചാപ്റ്റർ ആണ് ഞാൻ ഇവിടെ നിങ്ങളെ ക്രാഷ് കോഴ്സിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ +1 3 ചാപ്റ്ററുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തീർത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാം സാറ്റർഡേ ഉണ്ടായിരിക്കും. ചാപ്റ്റേഴ്സ് എഴുതിയെടുക്കാം. ഇനി പറഞ്ഞില്ല, അറിഞ്ഞില്ല, കേട്ടില്ല ഒന്നും പറയാൻ പാടില്ല. കോണിക് സെക്ഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ബൈനോമിയൽ തിയറം, ലീനിയർ ഇനീക്വാലിറ്റീസ്, ഈ 3 ചാപ്റ്ററും നല്ല പോലെ സാറ്റർഡേ ആവുമ്പോഴേക്കും പഠിക്കാം. എല്ലാ കുട്ടികളും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണല്ലോ? ഞാൻ എല്ലാവരും പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ.